ഉമ്മക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു. മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. ഉറ്റവരൊക്കെയും പോയിരുന്നു. മുറ്റത്തു പണ്ടവൾ നട്ടൊരു ചമ്പകച്ചോടോളം അപ്പോൾ ഇരുട്ടു വന്നു. നോവിൻ പെരുമഴക്കാലം എന്ന് പ്രയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ നോവും കൂടെ അതിനകത്ത് സാറ് മനസ്സിലുണ്ടായിരുന്നോ? ഉണ്ട്. എൻ്റെ കുട്ടിക്കാലം ഒരു സന്തോഷം മാത്രം നിറഞ്ഞതായിരുന്നില്ല. അതിൽ കുറേ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ കടന്നിട്ടുണ്ടാവും. സിനിമാ സംഗീതത്തിനകത്ത് ഇങ്ങനെ സങ്കല്പിക്കാനുള്ളൊരു സ്പേസ് വളരെ കുറവാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇനി സിനിമാ ഗാനങ്ങൾക്ക് ഈ പഴയ കാലത്തെ പോലത്തെ ഒരു പ്രസക്തി ഇനി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ തകഴി പറയാണ്, പക്ഷേ ഈ ചെമ്മീൻ കൊട്ടൻ്റെ തലേന്ന് ഇതേവരെ ഇറക്കാൻ പറ്റും. കാരണം എല്ലാവരും തകഴി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ മാത്രമാണ്. ചെമ്മീൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പുസ്തകമല്ല. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊരു മാത്രം വെറുതെ നനച്ചു പോയി. ഈ ഒരു ആശയം എല്ലാ മനുഷ്യൻ്റെ, ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും. ഉണ്ട് അല്ലേ? അത് ONV അദ്ദേഹത്തിൻ്റെ സവിശേഷമായ രീതിയിൽ എഴുതി. അതിൽ വേറൊരാൾ എഴുതുമായിരുന്നു ONV എഴുതിയിട്ടില്ലെങ്കിൽ. ഈ കിഴക്ക് പൂക്കും കൽബിലെത്തി എന്നുള്ളതുണ്ട്. അത് വലിയൊരു ചിന്താ വിഷയമായിരുന്നു, തർക്ക വിഷയമായിരുന്നു. കൽബിലെത്തിയാണോ കൽബിലെത്തിയതാണോ? അപ്പൊ അതും ഇതേപോലെ തന്നെ വേണമെങ്കിൽ പറയാം. കൽബിൽ തീയായിട്ട് മാറുമല്ലോ കുറച്ച് കഴിയുമ്പോൾ ചിലതൊക്കെ. നല്ല പ്രമേയമാണ് അത്, എൻ്റെ ശക്തമായ പ്രമേയമാണ്. മുസ്ലിം സമുദായത്തിലെ ഇപ്പം നമ്മൾ തലാഖ് എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ കേട്ടുള്ളൂ. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ആണുങ്ങളെ ഡിവോഴ്സ് ചെയ്യാനുള്ള ഫസഖ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും. അത് അല്ല ഉപയോഗിക്കപ്പെടാറില്ല. അത് മതത്തിലുണ്ട്, മതം അനുവദിച്ചിട്ടുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊക്കെ സമത്വം ഉണ്ട്. അതിലൊക്കെ നമ്മളിവിടെ പുരുഷന്മാർ തോന്നിയ പോലെ ചെയ്യുന്നൊരു ഏർപ്പാടാണ് ഉള്ളത്. സ്ത്രീക്കും അതുപോലെ തന്നെ അവകാശമുണ്ട്. ഇപ്പോൾ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു. അത് എന്തുകൊണ്ടാണ് ഈ പൂക്കാമരം എന്നെ സാറ് ഉദ്ദേശിക്കുന്നത്? അതൊരു വരൾച്ചയൊക്കെ അല്ല, അത് ഈ JC ഡാനിയലിനെ പറ്റിയിട്ടുള്ള സിനിമയാണത്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചാണ് ഒരു സിനിമ എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അത്രയും വലിയൊരു ടാസ്ക് ആ കാലത്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പൂക്കാമരത്തിൽ പൂക്കൾ വന്നു, അങ്ങനെ വലിയൊരു മോഹം സബലീകരിക്കുന്നു. അതൊരു ഭാഗത്ത്, വേറെ ഭാഗത്ത് അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവുന്നുണ്ട്, മക്കളുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് ഉള്ള ഒരു സംഗതിയാണ് അതിൽ വരുന്നത്. ഒരുപക്ഷെ പെരുമഴക്കാലമാണ് സാറിൻ്റെ 1999 ഈ ഗർഷോം ഇറങ്ങിയതിന് ശേഷം, എനിക്കൊന്ന് 2004 പിന്നെ പെരുമഴക്കാലം വരുന്നത്. പെരുമഴക്കാലം വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. സാർ ആദ്യത്തെ പാട്ട് ഇത്രയും മനോഹരമാക്കിയിട്ടും പെരുമഴക്കാലമാണ് പിന്നെ തുടർച്ചയായിട്ടുള്ള പാട്ടുകൾ നേടിത്തന്ന ഒരു ആക്ച്വൽ പാട്ടെഴുത്തുകാരൻ എന്നുള്ള അടയാളപ്പെടുത്തി രാക്ലിതൻ. അതിൽ നോവിൻ പെരുമഴക്കാലം എന്ന് പ്രയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ നോവും കൂടെ അതിനകത്ത് സാറ് മനസ്സിലുണ്ടായിരുന്നോ? ഉണ്ട്. ഉണ്ടായിരുന്നു. അല്ല, നോവുകളുടെ പോലെ കാലഘട്ടങ്ങളിലൂടെയൊക്കെയാണല്ലോ നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അതിൽ വരും. മഴക്കാലത്ത് കുറേ ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഒരു വറുതിയുടെ കാലവും കൂടെ ഉണ്ട്. അതെ. അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് ആവർത്തിച്ച് കേൾക്കുമ്പോൾ, ആൾക്കാർക്ക് പാടി കേൾക്കുമ്പോൾ, ഞങ്ങളൊക്കെ വേറെ പെരുമഴക്കാലം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ നോവും കാര്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ കാണുമ്പോൾ, പക്ഷേ സാറിൻ്റെ മനസ്സിനകത്ത് സാറിൻ്റെ കുട്ടിക്കാലവും ഒക്കെ ഓടിപ്പോകുന്നുണ്ടാവും അല്ലേ? എൻ്റെ കുട്ടിക്കാലം ഒരു സന്തോഷം മാത്രം നിറഞ്ഞതായിരുന്നില്ല. അതിൽ കുറേ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ കടന്നിട്ടുണ്ടാവും. പക്ഷേ ഒരുപക്ഷെ കവി അത്രയും ദീപ്തമായി നിലനിർത്തുന്നത് അത്തരത്തിലുള്ള വേദനകളും കൂടിയായിരിക്കും. ഇപ്പം നമ്മളൊരു കാലഘട്ടത്തിൽ സോവിയറ്റ് സാഹിത്യമൊക്കെ വായിക്കുന്ന സമയത്ത് പട്ടിണിയെയും ഇല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഇന്ന് നമ്മളത് തമാശയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ആ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്തിരുന്ന കുറേ എഴുത്തുകളുണ്ട്. അത് നമ്മളെയും മലയാളികളെയും സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കും കുറേയൊക്കെ കഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടായതുകൊണ്ട് നമ്മുടെ എഴുത്തിലൊക്കെ അത്രയും ഒരു ക്ലാരിറ്റി കൂടുതൽ വന്നേക്കാം. പക്ഷേ സൊസൈറ്റി മാറി, ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഴുത്തിൻ്റെ സ്വഭാവമൊക്കെ ഏത് തരത്തിൽ മാറി വരുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? ഇത്തരത്തിലുള്ളൊരു കാമ്പുള്ള എഴുത്തില്ല എന്നൊക്കെ പറയുന്ന വാദക്കാരോട് എങ്ങനെയായിരിക്കും സാർ? അല്ല, അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. രോഗം, ദുഃഖം, മരണം എന്നൊക്കെ പറയുന്ന സംഗതികൾക്കൊന്നും നമ്മൾ എത്ര പുരോഗമിച്ചാലും അതിലൊന്നും പിന്നെ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതിൻ്റെ പിന്നെ ചില സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരാൻ മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യന് ഉള്ളിടത്തോളം, ഏത് മനുഷ്യൻ ജനിച്ച് മരിക്കുമ്പോഴും അതിനകത്ത് ചില ഘട്ടങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ. അവന് വേദന അനുഭവിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. എന്തെങ്കിലും രോഗം വരാതെ പറ്റുമോ? ആരെങ്കിലും ഇഷ്ടപ്പെട്ടവരുടെ വിയോഗം ഇല്ലാതിരിക്കുമോ? ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. ഇപ്പോൾ ദാരിദ്ര്യം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ കുറേ മറികടന്നിട്ടുണ്ടാവാം. അത് കമ്പാരിറ്റീവ്ലി അങ്ങനെയാണ്, അതായത് റിലേറ്റീവ്ലിയാണ്. അതായത് നമ്മൾ ദാരിദ്ര്യമായിട്ട് കരുതുന്നതായിരിക്കില്ല ഇന്നത്തെ തലമുറ ദാരിദ്ര്യമായിട്ട് കരുതുന്നത്. നമുക്കൊരു പക്ഷെ അന്ന് സ്ലേറ്റ് ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ പുസ്തകം ഇല്ലാത്തതായിരിക്കാം, ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ ഫോണില്ലാത്തതായിരിക്കാം അവരുടെ ദാരിദ്ര്യം. അങ്ങനെ പക്ഷെ ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എഴുത്തിനൊക്കെ ശക്തി, എഴുത്തൊക്കെ ഓരോ കാലഘട്ടത്തിലും അത് അതിൻ്റേതായിട്ടുള്ള
ഓരോ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അത് പോകും. ഇപ്പം ഞാൻ ഇടയ്ക്ക് സാറിനോട് ചോദിക്കുന്നുണ്ട്, കാത്തിരുന്ന് പുഴമെലിഞ്ഞ് കടവൊഴിഞ്ഞ് കാലവും കടന്നുപോയി വളകൾ ഊർന്നുപോയി, അവളുടെ ദുഃഖം അതിനകത്തുണ്ട്, ഒപ്പം ഒരു പരിസ്ഥിതിക്ക് യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാർ പറഞ്ഞു ഞാൻ അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സിനിമാ സംഗീതത്തിനകത്ത് ഇങ്ങനെ സങ്കല്പിക്കാനുള്ളൊരു സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കുറച്ചുകൂടെ പുരോഗമിച്ച് വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഉയരേണ്ടതില്ലേ സാറേ? സാറൊക്കെ അതിലും കൂടെ ഒരു തൂലിക ചലിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇനി സിനിമാ ഗാനങ്ങൾക്ക് ഈ പഴയ കാലത്തെ പോലത്തെ ഒരു പ്രസക്തി ഇനി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അത് ഒരുപാട് മാറി. കാരണം സിനിമകൾ മാറി. സിനിമകളുടെ പിന്നെ പ്രമേയങ്ങളും അതിൻ്റെ രീതികളൊക്കെ തന്നെ കാര്യമായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് അതിൽ പണ്ട് സിനിമയിൽ പാട്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് അതുപോലെ അല്ലെന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെയൊക്കെ, അതുപോലെ സിനിമയിൽ ചില സിറ്റുവേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. മറ്റൊരു പാട്ട് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അതിലെ പാട്ടുകൾ ഏതാണെന്നുള്ളതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് ആ കാലത്ത് പിന്നെ പാട്ട് എന്ന് പറയുന്ന സാധനം സിനിമയിലൂടെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. സമൂഹത്തിന് പാട്ട് വേണം, അത് ഏത് കാലത്തും വേണം. അപ്പോൾ അന്ന് നമുക്ക് മലയാളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമകളിൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒരു പാട്ട് എന്ന് പറയുന്നത് സിനിമകളിലൂടെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇനി അത് മാറി. കാരണം ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് പോലെയുള്ള സോഷ്യൽ മീഡിയകളും യൂട്യൂബും അങ്ങനെ പല കാര്യങ്ങളും വളർന്നതോടുകൂടിയിട്ട് ആർക്കും പാട്ട് ഉണ്ടാക്കാം, പാട്ട് പാടാം, ഏത് പാട്ട് വേണമെങ്കിൽ നമുക്ക് കേൾക്കാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അത് ഞാൻ കുറേ മുമ്പ് തന്നെ ചെറിയ രീതിയിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഞാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അതൊന്നും അത്ര വിജയകരമായിട്ട് പോയിട്ടില്ല. അങ്ങനെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഭാവി അതിനാണുള്ളത്. സിനിമാ ഗാനങ്ങളെ ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞു പോയി. എങ്കിലും നമ്മളിപ്പോൾ തൽക്കാലം സിനിമാ ഗാനങ്ങളാണ് പോപ്പുലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ നമ്മൾ എം ജയചന്ദ്രനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ജയചന്ദ്രൻ സാറിൻ്റെ ഏതെങ്കിലും പാട്ട് അറിയാവോ? സാർ എഴുതി രാക്ലിതൻ. അത് ജസ്റ്റ് ഒന്ന് പറയാം. ഓർമ്മകൾ തന്നുലക്കണങ്ങൾ പുണരുകയാണുടൽ മുറുകേ പാതി വഴിയിൽ കുതറിയ കാറ്റിൻ വിരലുകൾ വേർപിരിയുന്നു. സ്നേഹാർദ്രമാരോ മൊഴിയുവതാവാ കാതിലൊരാത്മസ്വകാര്യം തിങ്ങലിനേക്കാൾ പരിചിതമല്ലോ പേരറിയാത്ത വികാരം. രാക്കിളി തൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം. ചില പാട്ടുകളൊക്കെ നമുക്ക് ഒരാളുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കും. ഇപ്പം മരണമെത്തുന്ന നേരത്തെന്ന് പറയുന്ന കവിത നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ഇനിയുണ്ട് മണ്ണിൻ മനസ്സിൽ. നമുക്കിനി റഫീഖ് അഹമ്മദ് എന്ന് ഓർക്കുമ്പോൾ ഈ നമ്മൾ ഗർഷോമുല പാട്ട് ഓർക്കുമ്പോൾ തന്നെ ഈ പാട്ടുകൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇത് ഒരുപക്ഷെ നല്ല കാര്യമാണ്. പക്ഷെ ചില സമയത്ത് ഒരു ലിമിറ്റേഷനായി സാറിന് തോന്നാറുണ്ടോ? ഇതെന്താ ഇവർ ഈ പാട്ടുകൾ മാത്രം ശ്രദ്ധിക്കുന്നതെന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. കാരണം ചിലതിൽ തളഞ്ഞു പോകും നമ്മളിപ്പം. ആളുകൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ അവരത് മരണമെത്തുന്നുള്ള പാട്ടൊക്കെ അതിന്റെ ഒരു കമന്റ്സ് ഒക്കെ സാർ വായിക്കാറുണ്ട്? അതിന്റെ ചിലപ്പോഴൊക്കെ കുറെ അത് വായിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണത് നേരിട്ട്. അപ്പൊ ഇതിലെന്താ വെച്ചാൽ തകഴി പറഞ്ഞിട്ടുള്ളൊരു വലിയ തമാശ ഉണ്ട്. തകഴി പിന്നെ കയറെന്ന് പറയുന്ന വലിയ നോവലും രണ്ടിടങ്ങഴി തോട്ടിയുടെ മകനും അങ്ങനെ ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ തകഴി പറയാണ്, പക്ഷേ ഈ ചെമ്മീൻ കൊട്ടൻ്റെ തലേന്ന് ഇതേവരെ നടക്കാൻ പറ്റും. കാരണം എല്ലാവരും തകഴി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ മാത്രമാണ്. ചെമ്മീൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പുസ്തകമല്ല. അപ്പോൾ അങ്ങനെ എത്ര വലിയ വർക്കാണ് ഈ കയറെന്നൊക്കെ പറയുന്നത്. ഗംഭീര സംഭവമാണ്. അങ്ങനെയുള്ളൊരു ചില പരിമിതികളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ചില സംഗതികളൊക്കെ എഴുതപ്പെടും, നമ്മൾ എഴുതിയില്ലെങ്കിലും അത് വരും. ഞാൻ എഴുതുന്ന രീതിയിലായിക്കൊള്ളുന്നില്ല എന്നത്രേ ഉള്ളൂ. ഇപ്പം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊരു മാത്രം വെറുതെ നനച്ചു പോയി.
ഈ ഒരു ആശയം എല്ലാ മനുഷ്യൻ്റെ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാവും. ഉണ്ട്. അല്ലേ? അത് ONV അദ്ദേഹത്തിൻ്റെ സവിശേഷമായ രീതിയിൽ എഴുതി. ആ രീതിയിൽ വേറൊരാൾ എഴുതുമായിരുന്നു ONV എഴുതിയിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെയാണ് മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരിയിൽ ഉണ്ടായിരിക്കണേ എന്നുള്ളതും എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സംഗതിയാണ്. അത് ഞാൻ എൻ്റെതായ രീതിയിൽ എഴുതി മാത്രമേ. ഇപ്പൊ ഞാനത് എഴുതിയില്ലെന്ന് വെച്ചോ, വേറെ ആരെങ്കിലും വേറെ തരത്തിൽ എഴുതി, അത് കാമുകൻ കാമുകി അച്ഛൻ അതിലൊക്കെ എവിടെയും അപ്ലൈ ചെയ്യാം. അങ്ങനെ പല രീതിയിലും കമന്റ്സിനകത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പാട്ടുണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റി വളരെ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ഇനിയുണ്ട് മണ്ണിൻ മനസ്സിലെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. അത് അത്തരം പ്രതീക്ഷകൾ ഇനിയും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അത് എഴുതുമ്പോൾ അതിന് ശരിക്കും സാറിന് കൺഗ്രാജുലേഷൻ പോലെ ഹഗ് വേണം. കാരണം എന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തേക്ക് വേറെ ആശയങ്ങളില്ലാന്ന് തോന്നുന്നു. അല്ല, അത് കവിതയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പാട്ട് എന്നുള്ളത്. കവിത ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിലെ വരികളും ആദ്യത്തെ കുറച്ച് പല്ലവിക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ പുതിയ വരികളാണ് ചേർത്ത് വെച്ചത്. ഇപ്പം നമ്മുടെ 5ാമത്തെ തന്നെയാണെങ്കിലും പ്രകൃതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാറിന് ഒരു ഉച്ചയ്ക്ക് പറഞ്ഞ രാത്രി ആയപ്പോഴത്തേക്കും പാട്ട് 2ാമത്തെ ഫുള്ള് വന്നു കഴിഞ്ഞു. 2 സ്റ്റാൻഡ്സ് അല്ലേ? അല്ല, ഞാൻ പറയും കമ്മ്യൂണിക്കേഷൻ ശരിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? അതും ഭാവനകൾ അത്രയും നല്ല ഭാവനകളായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു ട്യൂണായിരിക്കുക. പിന്നെ എന്താണോ വേണ്ടതെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവുക. അങ്ങനെ ഓർഡർ പെട്ടെന്ന് പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ താമസിക്കും, കുഴപ്പമുണ്ടാവും. ചിലപ്പോൾ ചില ട്യൂൺസ് എന്താ വെച്ചാൽ, ഡിയോജിൻ്റെ ഒക്കെ ട്യൂൺ വളരെ നല്ല ഗംഭീര ട്യൂണാണ്. ചിലത് ട്യൂൺ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മലയാള വാക്കുകളാണ് വരേണ്ടതെന്നുള്ളതിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചില ഭയങ്കര ഒടിവുകളും അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷേ അപ്പോൾ താമസം വരും ചിലപ്പോൾ. അതെ, പക്ഷേ ഗോപി സുന്ദറിൻ്റെയൊക്കെ കൂടെ സാറ് വർക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനൊരു വെല്ലുവിളിയില്ല. ഈ 5ാം വേദത്തിലെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞില്ല, ആരൊക്കെ അതിനകത്ത് അഭിനയിക്കും? 5ാം വേദത്തിൽ പുതിയ ആൾക്കാരാണ് ഹീറോയിനും. വിഹാൻ വിഷ്ണു എന്നാണ് നായകൻ്റെ പേര്. സുനുലക്ഷ്മി എന്ന് പറഞ്ഞാണ് ഹീറോയിൻ. പുള്ളിക്കാരി അറം എന്ന് പറഞ്ഞ തമിഴ് സിനിമയിൽ മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തിരുന്ന ആളാണ്. നയൻതാരയൊക്കെ അഭിനയിച്ചിരുന്ന സിനിമയാണ്. പിന്നെ മൊത്തത്തിൽ പുതുമുഖങ്ങളാണ് അഭിനയിച്ചിട്ടുള്ള സിനിമ. മുജീബ് മുഹമ്മദാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ബിനീഷാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. പുതിയ ഒത്തിരി സിനിമകൾ കയറി വരട്ടെ. നല്ല പ്രമേയമാണ്, അതിൻ്റെ ശക്തമായ പ്രമേയമാണ്. അത് ശരിക്കും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ശരിക്കും. ഈ മുസ്ലിം സമുദായത്തിലെ ഇപ്പം നമ്മൾ തലാഖ് എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ കേട്ടുള്ളൂ. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ആണുങ്ങളെ ഡിവോഴ്സ് ചെയ്യാനുള്ള ഫസഹ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും. അതല്ല ഉപയോഗിക്കപ്പെടാറില്ല. അത് മതത്തിലുണ്ട്, മതം അനുവദിച്ചിട്ടുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊക്കെ സമത്വം ഉണ്ട്. അതിലൊക്കെ നമ്മളിവിടെ പുരുഷന്മാർ തോന്നിയ പോലെ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഉള്ളത്. സ്ത്രീക്കും അതുപോലെ തന്നെ അവകാശമുണ്ട്. പക്ഷെ അത് മുസ്ലിംകൾക്കിടയിൽ പെണ്ണുങ്ങൾക്ക് പോലും ആ ഒരു അവകാശത്തെ പറ്റി അറിയില്ല എന്നുള്ളതാണ്. അപ്പം അത് ശക്തമായ ഒരു ഇതായിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട് അതിൻ്റെ കഥയിൽ. പിന്നെ ഒരു കൊറോണ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കൊറോണ കാലഘട്ടമാണ് ഈ സിനിമയുടെ ഒരു കാലഘട്ടമായിട്ടുള്ളത്. ജോജി ശരിക്കും പാടുന്നുണ്ട് ഈ സിനിമയിലും അല്ലാതെ പാടിയിട്ടുണ്ടോ? എനിക്ക് ജോജിയെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ല. മ്യൂസിക് ഞാൻ പേരൻപിലൊക്കെ പാടിയിട്ടുണ്ട്. അതെ, പേരൻപിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഡബിങ് മൂവീസ് കുറേ എണ്ണം പാടിയിട്ടുണ്ട്. അപ്പം അണ്ണാത്തെയൊക്കെ OTT റിലീസിൽ SPB പാടി പാട്ട് മലയാളം ഞാനായിരുന്നു പാടിയത്. അങ്ങനെ കുറേ ഫിലിംസ് അങ്ങനെ പാടിയിട്ടുണ്ട്. ഇതിനകത്ത് പാടിയിരിക്കുന്നത് ഇപ്പം ഈ പാട്ട് ആദ്യത്തെ പാട്ട് പാടിയത് സിയാഉൽ ഹക്കാണ്. അതൊരു സൂഫി സ്റ്റൈൽ ഖവാലി സ്റ്റൈൽ സോങ് ആണ്. പിന്നെ 2ാമത്തെ പാട്ട് ചിത്ര ചേച്ചിയാണ് പാടിയിട്ടുള്ളത്. അത് യാ ബി യാ ബി യാ ബി അകലയാ അകലയായ ഏകയായി ഞാനിന്ന് ഏകയായി ഈ ദൂരയാത്രയിൽ ഞാൻ മാത്രമായി നീ കൂടൊഴിഞ്ഞ ചില്ലയിൽ ഞാൻ എന്തിനായി യാബി യാബി. ഈ
പാട്ട് എഴുതിയത് പുതിയൊരു പിന്നെ രചയിതാവാണ് സൗമ്യ രാജ് എന്ന് പറഞ്ഞൊരു ലേഡി ലിറിസിസ്റ്റാണ്. സൗമ്യ അവർക്കും ഒരേ സിനിമയിൽ ആദ്യമായിട്ട് എഴുതുന്നതാണ്. അതെ. അതല്ല ശരി, നമ്മൾ ഇടയ്ക്ക് ഗോപി സുന്ദറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അല്ല, ഇതിൽ ഞാൻ പറയുന്നതല്ല, ചിലപ്പോഴേ ഈ പലപ്പോഴും എനിക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സീനിയർ ആയിട്ടുള്ളൊരു റൈറ്റർ ഉണ്ടാകുമ്പോഴേ മറ്റാളുടെ പേര് ചിലപ്പോൾ അറിയപ്പെടാതെ പോകും. പാട്ട് അപ്പോൾ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ശരിക്കും അത് അവർക്ക്, കാരണം അവരുടെ ആദ്യത്തെ പാട്ടാണ്, അവർക്കത് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് പിന്നെ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ ഒരു കവിത തന്നെ, ഒരു കൊറോണയുടെ ഒരു കവിതയുണ്ട്. കൊറോണ ആ ഒരു കാലഘട്ടം, കോവിഡ് കാലഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളൊരു കവിത ട്യൂൺ ചെയ്തൊരു പാട്ടാക്കിയിട്ട് അതുകൊണ്ട് ഈ സിനിമയിൽ. ശരി, ഗോപി സുന്ദറിനെ കുറിച്ച് പറയുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലെ ഏതു കരി രാവിലും ഒരു ചെറുവീഴ കസവ് തുന്നും കിരണമേ, അങ്ങനെയല്ലേ? ഒരു ചെറു കസവീഴ തുന്നും. കസവീഴ തുന്നും കിരണമേ. അപ്പോൾ കസവീഴ ഇങ്ങനെ തുന്നിയെടുക്കുന്നത് അത് ആ കിരണം കൊണ്ട് അത് കരിയിൽ എവരി പിന്നെ എന്താ പറയാ, ഈ ഇതില്ലേ കാർമേഘത്തിനൊക്കെ ഒരു രജതരേഖ ഉണ്ടായിരിക്കും പറയും. ഏത് പിന്നെ കാർമേഘത്തിനുള്ളിലും ഒരു ഒരു രജതരേഖ ഉണ്ടായിരിക്കുന്ന ഒരു ഇതുണ്ട്. ഒരു ഓപ്റ്റിമിസ്റ്റിക് തോട്ടാണത്. അതാണ് ഏത് കരിരാവിലും ഒരു പ്രണയം പോലെ ഒരു സംഗതി, അവരുടെ ഒരു ഇരുണ്ട ജീവിതത്തിൽ ഒരു കിരണമായിട്ട് വരുന്ന പ്രണയം. ഒരു ചെറു കസവീഴ തുന്നും പ്രണയമേ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് അത്തരം ചില സാധനങ്ങളില്ലേ, ഈ കോർത്തെടുക്കൽ എന്ന് പറയുന്നതാണ് ഒരു കല എന്ന് പറയുന്നത്, ആർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു കവിത തുന്നിയെടുക്കുന്നത് പോലെയാണ് സാർ അതിനകത്ത് തുന്നിയെടുത്തിക്കുന്നത്. അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന രീതിയിൽ നമ്മളെയൊക്കെ കവികളാക്കുന്നുണ്ട് സാർ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട്. എല്ലാവരും കവികളാണ്. കവിത ഇല്ലെങ്കിൽ അത് ഇതൊന്നും മനസ്സിലാക്കാൻ പോലും കഴിയില്ല, ആസ്വദിക്കാനും കഴിയില്ല. സാർ, ഇപ്പോൾ പാട്ടെഴുത്തിൽ വേറൊരു ഏരിയ സാറിൻ്റെ കവിത എന്ന് പറയുന്നത്, ഈ ആത്മാവിഷ്കാരം എന്ന് പറയുമ്പോൾ വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ മതദേഹം, മൃതദേഹം എന്ന് കമ്പാരിസൺ ചെയ്തിട്ട് സാറിൻ്റെ കവിതയിൽ, അപ്പോൾ ഇത് മൃതദേഹമല്ല, ഇത് മതദേഹം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇതൊക്കെ ഒരു കലാകാരൻ്റെ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു പേന ചലിപ്പിക്കേണ്ട ആവശ്യമുള്ള ഇടങ്ങളാണ്. പക്ഷേ സിനിമാ ഗാനങ്ങൾ വേറൊരു വശമാണ്. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ചീത്തപ്പേരുണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേ വർക്ക് നഷ്ടപ്പെടുമെന്ന് പേടിയില്ല സാറിന്? ഇല്ല, അങ്ങനെ അതിന് പേടിയില്ല. അത് കാരണം ഞാനതിൽ നേടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് കടന്നില്ല എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. വളരെ ബുദ്ധിമുട്ടാണ്. എത്രയോ ആളുകൾ പരിശ്രമിച്ച് ജീവിതം തന്നെ പാഴാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് കടന്നതൊന്നുമല്ല. എനിക്കങ്ങനെ എന്തൊക്കെയോ സന്ദർഭവശാൽ ഞാൻ അതിൻ്റെ അകത്ത് പെട്ടുപോയി എന്നുള്ളതാണ്. അതിൽ പുറത്തു പോകാനും യാതൊരു വിരോധമുള്ള ആളല്ല, ഒരു നിർബന്ധമില്ല അങ്ങനെയൊന്നും. എനിക്ക് എൻ്റെതായിട്ട് ചില നിലപാടുകളുണ്ടാവും, ആ നിലപാടുകളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ സാറ് കവിത ചൊല്ലൂന്ന് എനിക്കറിഞ്ഞോ, ഉമ്മക്കുലുസു വളരെ മോശമാണ് കവിതകൾ. പക്ഷെ ഉമ്മക്കുലുസുവിൻ്റെ 2-3 വരികൾ പറഞ്ഞാലും വരികളെന്ന് വെച്ചാൽ, ഉമ്മക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു, മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു, ഉറ്റവരൊക്കെയും പോയിരുന്നു, മുറ്റത്തു പണ്ടവൾ നട്ടൊരു ചെമ്പകച്ചോടോളം അപ്പോൾ ഇരുട്ട് വന്നു, വാടകയ്ക്കായെടുത്ത കസേരകൾ, ഗ്യാസ് ലൈറ്റ്, പായകൾ കൊണ്ടുപോയി. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരികൾ, വളരെ പ്രശസ്തമായ കവിതയാണെങ്കിലും എനിക്ക് വലിയ വരികൾ ഓർമ്മ വരില്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കവിത. അത് എന്താ വെച്ചാൽ അത് വളരെ ഭംഗിയായിട്ട് ഒരുപാട് ആൾക്കാർ ചൊല്ലിയിട്ടുള്ളതുകൊണ്ട് ഞാനത് ചൊല്ലിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഉമ്മക്കുലുസു മരിച്ചെന്ന് രാത്രിയിൽ ഉമ്മ തനിച്ച് പുറത്ത് നിൽക്കുന്നത് നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ ഉണ്ട്. മഴ പെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ സങ്കല്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വേദനയിൽ അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്ത് ഈ നമ്മുടെയൊക്കെ വേദന, ശരിക്കും നമ്മുടെയൊക്കെ വേദന അതുമായിട്ട് സാത്മ്യത്തിലെത്തിയിട്ട് നമ്മളൊരു പക്ഷേ വേദനയ്ക്ക് പരിഹാരമായിട്ടാണ് അതിനെ കാണുന്നത്. സാറ് വേദനയുള്ള കവിത എഴുതുമ്പോഴും ഇത് കവിതയായി വരുമ്പോൾ നമുക്കൊരു പരിഹാരമാണ്. അത് ഒരുപക്ഷെ ഒരു നേട്ടമാണ്. ഒരുപക്ഷെ ദുഃഖത്തെക്കുറിച്ച് എഴുതുന്നതിൽ വായനക്കാരൻ ഒരുപക്ഷെ അയാളുടെ മനസ്സിനെ കുറച്ചുകൂടെ താളത്തിലെത്തിക്കാൻ ഈ കവിതയൊക്കെ വായിക്കുമ്പോൾ, ആ സാത്മ്യത്തിലെത്തുമ്പോൾ, കരയുമ്പോൾ ഒക്കെ സന്തോഷം കിട്ടുന്നുണ്ട്. ഇതൊരു തരത്തിൽ ഈ കവിത എഴുതുന്ന സമയത്ത് ഒരുപക്ഷെ സാർ അങ്ങനെ സങ്കല്പിക്കുന്നുണ്ടാവില്ല. പക്ഷേ എഴുതി കഴിഞ്ഞ് കവിത വായിച്ചാൽ സാറിനെ തന്നെ ഒരുപക്ഷെ റിലാക്സ് ചെയ്യാൻ പറ്റിയേക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കവിതകൾ ഇങ്ങനെ വായിക്കാറുണ്ടോ? നമ്മുടെ തന്നെ ചില ദുഃഖങ്ങളിൽ ഇതിപ്പോൾ വളരെ ഒരു അത്ര കാവ്യാത്മകമല്ലാത്ത ഒരു ഉപമ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പം ഈ ചില കുരുവൊക്കെ ഉണ്ടാവില്ലേ, പഴുത്ത് അത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ,
അങ്ങനെയുള്ള ഒരു ഒരു ഉപമയാണ് അതിനെപ്പറ്റി പറയുന്നത്. ചില കാര്യങ്ങൾ എഴുതുന്ന ആൾക്ക്, അതെ, എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് അത് കവിതയുടെ രൂപത്തിലേക്ക് എല്ലാം വന്നോളുന്നില്ല, വന്നാൽ തന്നെയും തൃപ്തികരമായ രീതിയിൽ വരില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു തരത്തിൽ ആശ്വാസമാണ്. സംഗതി സങ്കടകരമായ കാര്യമാണെങ്കിൽ പോലും നമുക്കതൊരു ഭാരമൊഴിഞ്ഞ പോലുള്ളൊരു സംഗതി ഉണ്ടാവും. വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഇതാണ്, അതായത് അത് അവരെ കുറച്ചുകൂടി അവരുടെ മനസ്സുകളെ കുറച്ചുകൂടി ആർദ്രമാക്കും, കുറേ കൂടി മാനുഷികമായിട്ടുള്ള ഒരു പിന്നെ ബോധം, ഒരു മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ അവരിലേക്ക് ഉണ്ടാക്കുമല്ലോ. അത് നല്ല കാര്യമല്ലേ? ഇപ്പോൾ സ്നേഹം, കരുണ, സഹാനുഭൂതി പോലുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ലോകത്ത് ഇപ്പോൾ ആകെ ഹിംസാത്മകമായിട്ടുള്ള ലോകമല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അല്ല ഒരു പയ്യനെ ആളുകളൊക്കെ കൂടി വളഞ്ഞിട്ട് ഒരു തല്ലി ഇടിച്ച് വാരിയിലൊക്കെ തകർത്ത സംഭവം. അത് 100 കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കുകയാണ് കൈകെട്ടി. എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു മനുഷ്യനെ തല്ലി ഇതാക്കി തീർക്കുന്നത് ആ തരത്തിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഇത് സങ്കടമാണെങ്കിൽ പോലും അത് നമ്മുടെ ചില മൃദുല വികാരങ്ങളോട് അഭിസംബോധന ചെയ്യുന്നു, ചില മൃദുല വികാരങ്ങളോട് സംസാരിക്കുന്നു. അത് അത്രയും അതിനൊരു പ്രസക്തി ഉണ്ട്. ആ തരത്തിലുള്ള രാഷ്ട്രീയം തന്നെയാണത്. എല്ലാ കവിതകളും രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ സിനിമാ പാട്ടിനെ കുറിച്ചാണ് സാറിൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പോൾ സാറ് നോവൽ എഴുതിയിട്ട് ഉള്ളതിനെക്കുറിച്ചോ കവിതയെക്കുറിച്ചോ ഒന്നും ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ സാറിന് ഇറിറ്റേഷൻ തോന്നുമോ? അപ്പോൾ എന്നോട് തന്നെ, ഞാനിപ്പോൾ സിനിമാ പാട്ടുകൾ പോപ്പുലർ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് കവിത അധികം വായിക്കുന്നില്ല. പക്ഷേ സാറിലെ കവി എന്ന് പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ കൂടി അർത്ഥം നേടാനോ ഒക്കെ ശ്രമിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകുമ്പോൾ സാറിന് ഇറിറ്റേഷൻ ഉണ്ടാവും? എനിക്ക് ചെറിയ വിഷമം തോന്നാറുണ്ട്. കാരണം ഈ സിനിമാ ഗാനങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും കവിതയെ അത്ര പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൊരു അത്ര സന്തോഷം തോന്നാറില്ല. പക്ഷെ എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നത് സിനിമാ പാട്ടുകൾ തന്നെയാണ്. അതിനെ ഞാൻ തള്ളി പറയുന്ന ആളല്ല. അതല്ലെങ്കിൽ പലരും, ഇപ്പോൾ ഞാൻ ഈ കവിത മാത്രം ആണെങ്കിൽ പലരും ഇത്രയൊന്നും ആളുകളൊന്നും ശ്രദ്ധിച്ചുകൊള്ളണമെന്നൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മരണത്തിൽ നിന്നായിരുന്നത്. അത് കവിത എന്നുള്ള രീതിയിൽ അച്ചടിച്ച് വന്നപ്പോൾ ഒരാൾ പോലും എൻ്റെ അടുത്ത് അതിനെപ്പറ്റി, സ്ഥിരമായിട്ട് വായിക്കുന്ന എൻ്റെ കവിത വായിക്കുന്ന ചിലരുണ്ട്, അവരൊടിച്ച് ബാക്കി ആരും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അത് സിനിമാ ഗാനമായിട്ട് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ അതിനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോഴും തുടരുന്നുണ്ട് ആ പാട്ടിനെ കുറിച്ചുള്ള വർത്താനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പാട്ടും കൂടെ പാടാവോ സാറിൻ്റെ? ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ആ ബാച്ചിലർ പാട്ടിൽ രമ്യ നമ്പീശൻ, എനിക്ക് തോന്നുന്നു രാഹുൽ രാജാണ് അതിൻ്റെ മ്യൂസിക്, വിജന സുരഭി വാടികളിൽ എന്ന് പറയുന്ന സാധനമുണ്ട്. രമ്യ തന്നെയാണ് പാടിയിട്ടുള്ളത്. അതെ അതെ, രമ്യ പാടിയ പാട്ടാണ്. മേൽ വയസ്സിൽ പാടാം. പക്ഷെ നല്ല രസമുള്ള പാട്ടാണ്. വിജന സുരഭി വാടികളിൽ അകലെ എവിടെ പോയി നീ, സജലമിഴികൾ തേടുകയായി ഹൃദയനാഥാവരൂ, വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂകിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേക്കുവാ പ്രിയനു പരിഭവമോ. അടിപൊളിയാണ്. സാറിൻ്റെ ഒരു ഭാഗ്യങ്ങളിലൊന്നാണ് ശ്രേയാ ഘോഷാലും ഹരിഹരൻ സാറും ഒക്കെ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നുള്ളത്. ശ്രേയാ ഘോഷാൽ ശരിക്കും നമ്മൾ മലയാളിയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഉച്ചാരണ ശുദ്ധിയൊക്കെ പുലർത്താറുണ്ട്. ചില വിമർശനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അങ്ങനെ ഒരു ഗായികയെ നമുക്ക് അപ്പം കിട്ടുമെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ശ്രേയാ ഘോഷാൽ സാറിൻ്റെ പാട്ടുകൾ പാടിയതിൽ ഭയങ്കര ഒരു സന്തോഷമില്ല സാറിന്? തീർച്ചയായിട്ടും. അത്രയും അതിനോട് ഡെഡിക്കേറ്റഡ് ആണ് അവർ. ഉച്ചാരണത്തിൻ്റെ നമ്മുടെ പഴയ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അത് കാരണം ഒരു വേറെ ഭാഷയിൽ ആകുമ്പോഴേ എങ്ങനെയാലും പ്രശ്നം തന്നെയാണ്. എത്ര കഴിവുണ്ടെങ്കിലും രണ്ട് ഭാഷ മറ്റു ഭാഷയിലേക്ക് വരുമ്പോഴും അതിൻ്റെതായ ചില കുഴപ്പങ്ങളുണ്ടാവും. പക്ഷെ അതിനെ പരമാവധി മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ നന്നായി സ്ട്രെയിൻ ചെയ്യാറുണ്ട്. ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് അത്. കാരണം ഈ നനയുക എന്നൊക്കെ ഉള്ളത് അവർക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നായും നായും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ ഞാൻ ശരിയായിട്ട് ഉച്ചരിക്കാൻ, ഴ പറയാൻ, രായും റായും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് നേരത്തെ ശ്രേയാണ് പാടുന്നതെന്ന് അറിയാമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായി. പക്ഷെ അതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ആരാ പാടുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട്. കാരണം അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടിയിരുന്നില്ല, കുറച്ചുകൂടി വേണമെങ്കിൽ വേറെ ചില വാക്കുകളൊക്കെ വെക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കാറുണ്ട്. വിദുരമി യാത്ര എന്നൊക്കെ പറയുന്ന യാത്ര എന്ന് പറയുന്ന ആ പാട്ട് ഭയങ്കര രസമായിട്ട്. പിന്നെ ബംഗാളി ആയതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് ഭാഷകളും തമ്മിലൊക്കെ
ഒരു കുറേ കൂടി ഇതുണ്ടായിരിക്കും, അടുപ്പമുണ്ടല്ലോ. ഉം. ബംഗാളി മലയാളിയും തമ്മിൽ നല്ല അടുപ്പുണ്ട് പല സംസ്കാരത്തിലും കാര്യങ്ങളിലൊക്കെ. ഉം. ആ നിലയ്ക്ക് അവർക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. ഡെഡിക്കേഷൻ തന്നെയാണ് മെയിൻ. പല പല പിന്നെ അന്യഭാഷ ഗായകർ വന്ന് പാടിയിട്ടുണ്ടല്ലോ. ജോജി, ശരിക്കും സാറിൻ്റെ ഒരു പാട്ടുണ്ട്, പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, ഈ നീരിൽ വീഴും പൂക്കൾ എന്ന് പറയുന്നത് സാറ് എഴുതിയിരിക്കുന്നത് ഒഴുകി നടക്കുന്ന ഒഴുകി ഫ്ലോട്ട് ചെയ്ത് പോകുന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞു ഈ നീരിൽ വീണ് കഴിഞ്ഞാൽ പൂക്കൾ അഴുകി പോകും, ഇതാണ് പ്രേമത്തിന്റെ ഇന്നത്തെ അവസ്ഥ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അഴുകുകയും ചെയ്യും. അപ്പം ഇതിന് ആന്തരികമായി വേറൊരു അർത്ഥം കൂടെ ഞങ്ങൾ കണ്ടുപിടിച്ചു, എന്നിട്ട് ഞങ്ങൾ സാറിന്റെ കവിതയ്ക്ക് സംഭാവന ചെയ്തു. സാർ ഉദ്ദേശിച്ച ആ സമയത്തുള്ള പ്രണയത്തിന്റെ സമയത്തുള്ള ഫ്ലോട്ടിങ് മാത്രമേ. പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയും കൂടെ ആലോചിച്ചു, അനുഭവസ്ഥർ എങ്ങനെയാണല്ലോ ഒരു ഭാരമില്ലാതെ ഇങ്ങനെ ഒഴുകി പോവാന്നുള്ളത്. അതെ അതെ, അത് മറ്റേ ഈ കിഴക്ക് പൂക്കും കൽബിലെത്തി എന്നുള്ളതാണ്. അതെ അതെ, അത് വലിയൊരു ചിന്താ വിഷയമായിരുന്നു, തർക്ക വിഷയമായിരുന്നു. ഞാൻ തീയാണോ കൽബിലെത്തിയതാണോ? അപ്പൊ അതും ഇതേപോലെ തന്നെ വേണമെങ്കിൽ പറയാം, കൽബിൽ തീയായിട്ട് മാറുമല്ലോ കുറച്ച് കഴിയുമ്പോൾ ചിലതൊക്കെ. അപ്പൊ ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൽബിൽ എത്തിയതാണോ കൽബിൽ തീയാണോ? അങ്ങനെയും സങ്കല്പിക്കാന്നുള്ളതാണ്. അത് ചില ഉച്ചാരണത്തിന്റെ സംഗതികളാണ്. അതെ അതെ അതെ, അപ്പൊ പാടുന്ന സമയത്ത് കൽബിൽ എത്തിയതാണോ കൽബിൽ തീയാണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതായത് ഒരുത്തനൊരു തീ വരും എന്ന് പറയാം, ഒരു തീ വരും എന്ന് പറഞ്ഞ പോലെ അതങ്ങനെ പറയാലോ. അതെ അതെ അതെ, ഈ ചില വിമർശനങ്ങളൊക്കെ വന്നത് വട്ടായി പോയി എന്നൊക്കെ പറയുമ്പോൾ ചില വിമർശനങ്ങളൊക്കെ വരുമോ? അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ സാറ് എങ്ങനെ അഡ്മിറ്റ് ചെയ്യുക, എങ്ങനെ കേൾക്കുക? സാറ് നമ്മൾ കേൾക്കും പോലെയല്ലോ സാറ് കേൾക്കുക, കാരണം സാറ് എഴുതിയ പാട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് കേൾക്കുക, അത് ഉള്ളിലേക്ക് എങ്ങനെയാണ് കേൾക്കുക? അല്ല, ഞാൻ ഈ പ്രശംസകൾ പോലെ തന്നെ വിമർശനങ്ങളും വിശ്വസിക്കുന്നില്ല. പ്രശംസ ചിലപ്പോൾ അത് കുറേ അതിശയോക്തിപരായിരിക്കും, നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള ചില പ്രശംസകൾ കിട്ടും. വിമർശനം എന്ന് പറയുന്നത് പലതും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരുന്ന കാര്യങ്ങളുണ്ട്. ഈ സിനിമ പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ആ സിനിമയിൽ അത് മാത്രമല്ല, ഞാൻ പിന്നെ ഏറ്റവും എനിക്കൊരു സിനിമ പാട്ട് എഴുതുമ്പോൾ ഞാനത് പിന്നെ എൻ്റെ എന്താ പറയുക, എൻ്റെ ബാധ്യത എന്ന് പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന സംവിധായകനോടാണ്. അയാൾക്കത് ഇഷ്ടപ്പെട്ട പിന്നെ പ്രശ്നമൊന്നുമില്ല, പിന്നെ അതിൽ വിമർശനത്തിനൊന്നും പ്രസക്തിയൊന്നുമില്ല. പറയാൻ മറന്ന എന്നുള്ളൊരു നല്ല പാട്ടാണ്, പക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ പാടിയിട്ടുണ്ട്, അപ്പങ്ങളും പാടുമായിരിക്കും. ആ അതെ, അയാൾ പിന്നെ എത്ര പാട്ടുകൾ മലയാളത്തിൽ അങ്ങനത്തെ വന്നിട്ടുണ്ട്, എന്തൊക്കെ പാട്ടുകൾ വന്നിട്ടുണ്ട് അല്ലേ? പാപ്പി അപ്പച്ച എന്നുള്ള പാട്ട് വയലാർ തന്നെ എഴുതിയിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ഭാസ്കർ മാഷ് എഴുതിയിട്ടുള്ള എത്ര പാട്ടുകളുണ്ട് അങ്ങനെ. അങ്ങനെ ഒരു കോമഡി തരത്തിലുള്ള പാട്ടുകളില്ലേ, അതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സിനിമയിൽ ആ സിറ്റുവേഷനിൽ ആ പാട്ട് ആപ്റ്റാണോ? ഇനി അതിൽ ഈ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അശ്ലീലമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതൊക്കെ ആണെങ്കിൽ ശരിയാണ്, അല്ലാത്ത കാര്യം ഒരു വില ശ്രദ്ധിക്കേണ്ട കാര്യം. കോമഡിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആദരാഞ്ജലികൾ നേരിട്ടെ എന്ന് പാടുമ്പോൾ സാറ് ഏത് പൊസിഷനിൽ നിന്നായിരിക്കും അത് കേൾക്കുക? അല്ല, അത് എന്താ പാട്ടേശിക്ക് കേൾക്കാത്തതുകൊണ്ട് എനിക്കതിനെ പറ്റി പറയാൻ പറ്റില്ല. അതിപ്പോൾ എന്താണ് അതിൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു കോമിക് പാട്ടാണ്, നമ്മൾ കോമഡി ആയിട്ട് അത് പാടിയിരിക്കണം. അതെ, അത് കോമിക് സിനിമ, കോമഡി ആയിട്ട് കാണണം, കോമിക് സിനിമ അങ്ങനെ കാണണം, അല്ല നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കാണണം, അത്രേ കാണുള്ളൂ. ആ തരത്തിൽ തന്നെ അതിനെ വായിക്കേണ്ടി വരും, അത്രേ വേണ്ടൂ. തീർച്ചയായിട്ടും സാറേ, ഒത്തിരി പാട്ടുകൾ നമുക്ക് കിട്ടണം. ഈ ആധുനികതയും കൂടെ ചേർത്ത് വെച്ച് കവിതയാക്കി തന്നെ ഞങ്ങൾക്ക് തരുന്ന പാട്ടുകളും ഇനി ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സംഗീതത്തിന്റെ ഭാഗമായിട്ട് കൂടെ സാർ വർക്ക് ചെയ്യണം. ആരെങ്കിലും ഈ പിന്നെ ഉപമകൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് വേണ്ടെന്നുള്ളതല്ല, കവിത ഈ പിന്നെ വലിയ സാഹിത്യ വാക്കുകൾ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പറഞ്ഞു പുതിയ ജനറേഷൻ അങ്ങനെ പല കടുകട്ടിയായിട്ടുള്ള മലയാള വാക്കുകൾ അറിയില്ല. പിന്നെ അങ്ങനെ ഒരു വളരെ സിമ്പിളായിട്ട് നമ്മളൊക്കെ സംസാരിക്കും. അങ്ങനെ ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല, അവർ പറയുന്നതൊക്കെ കേൾക്കും. അല്ല, അങ്ങനെ ശരി ഓക്കെ എന്ന് പറയാന്നല്ലാതെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പം അങ്ങനെ ഒരു കാവ്യാത്മകത വേണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, കുറവാണത്, അങ്ങനെ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയല്ലോ, ഉപമയും അങ്ങനെ ഉൾപ്രേക്ഷയൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ നല്ലോണം വേണമെന്ന് പറയുന്നത് സാറിന്റെ ആ ഒരു സ്ഥിരം സ്റ്റൈലിലുള്ള പാട്ടുകൾ, ആ ഒരു കവിത നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകൾ തന്നെ വേണമെന്നുള്ളതിലാണ് സാറിന്റെ അടുത്ത് തന്നെ വന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ അഞ്ചാം ഭാഗത്തിന്റെ പാട്ടുകൾ അങ്ങനെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടെ, സാറിന്റെ ഒരു കവിതയും കൂടെ തുളുമ്പുന്ന പാട്ടുകൾ തേടി വന്ന ജോജിക്ക് അത് കുറച്ചുകൂടെ ഒരു മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ സ്ഥിരം ചില പാറ്റേണിലുള്ള പാട്ടുകളാണ് എഴുതാനുള്ള അവസരം കിട്ടാറുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ എഴുതാനുള്ള ഒരു അവസരം ഈ സിനിമ തന്നു.
ഉം. അത് മാത്രമല്ല ഞാൻ എന്താണ് എന്നിൽ നിന്ന് എന്താ കിട്ടുക എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ് അവർ. ആ അപ്പോൾ എന്നെ വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും. അതൊക്കെ വലിയ കാര്യമാണ്. അതെ. ഇവൻ എന്ത് ഏതാണ് എഴുതുക എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെ. അങ്ങനെയല്ല, ഇയാളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യം തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. നല്ല സംഗീതം വന്നു. അതിൽ അഞ്ചാം വേദം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അത് സാറുമായിട്ട് കണക്ട് ചെയ്യാൻ ഇവർക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് അത്രയും ഹെവിയാണ്, അതുകൊണ്ട് അങ്ങനെ ഒരാളിനെ തന്നെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് തോന്നി. അതെ അതെ. സാറിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവണം. സ്വതന്ത്ര സംഗീതത്തിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അത് എല്ലാ കാലത്തും എന്ത് ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് പരിപൂർണമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു പ്രതിബദ്ധത എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരിക്കും. അല്ലാതെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പാട്ടുകൾ എഴുതാൻ കഴിയട്ടെ. അഞ്ചാം വേദം നന്നായിട്ട് പോട്ടെ, വിജയിക്കട്ടെ. ഒരു കാര്യം കൂടെ ചോദിക്കാൻ മറന്നുപോയി. ഈ ശരിക്കും ജോണിനെ ശരിക്കും പരിചയപ്പെടുത്തി. ജോൺ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഷോയ്ക്കൊക്കെ വായിക്കുന്ന ഗിറ്റാറിസ്റ്റാണ്, അതുപോലെ ഗിറ്റാർ ടീച്ചറാണ്. ഇങ്ങനെ നന്നായി പോകുന്നു. മാന്ത്രിക വിദ്യ ഉണ്ടാകും. അങ്കമാലിയാണ്. അധികം സംസാരിക്കില്ല ജോൺ, വേണ്ട തന്ത്രികൾ സംസാരിക്കും. ജോണിന്റെ പാട്ട് സംസാരിച്ചാൽ മതി എന്നാണ് ജോൺ വിചാരിക്കുന്നത്. മ്യൂസിക് സംസാരിച്ചാൽ മതി അല്ലേ ജോൺ? കൂടുതലും ഗിറ്റാർ പ്രാക്ടീസ് ആണ് ആള്. ഓ, മ്യൂസിക് കൊണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ ജോൺ, നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തതിൽ. ഓക്കെ, താങ്ക് യു.